എല്ലാവർക്കും നമസ്കാരം. റിറ്റ്സിന്റെ വീക്ക് ഇൻ ഫോക്കസിലോട്ട് വീണ്ടും സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീക്ക് ഇൻ ഫോക്കസ് പിന്നെയും വരുന്നത്. കുറച്ച് തിരക്കുകൾ കാരണം നമുക്ക് തൽക്കാലം വീക്ക് ഇൻ ഫോക്കസ് ഒന്ന് സൈഡാക്കി വെക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു വെറും വീക്ക് ഇൻ ഫോക്കസ് അല്ല, വീക്സ് ഇൻ ഫോക്കസ് ആണ്. കാരണം കുറച്ച് ആഴ്ചകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന ന്യൂസുകൾ നമുക്ക് ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ നമുക്ക് ഒട്ടും സമയം വൈകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് കടക്കാം. സോ അതിനു മുന്നേ തന്നെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി റിറ്റ്സ് നടത്താൻ പോകുന്ന രണ്ടാമത്തെ ബാച്ചിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായ വിവരം ഒന്ന് അറിയിക്കുന്നു. അപ്പം ഇത് സെയിം ചാമ്പ്യൻസ് ബാച്ചിന്റെ അതേപോലെ തന്നെയുള്ള എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന ഒരു ബാച്ചാണ് നമ്മളുടെ ചാലഞ്ചേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് വെറും 4999 ആണ്. നമ്മുടെ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതലാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. സാധാരണ രീതിയിൽ നമ്മളുടെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ജൂലൈയിൽ ആപ്ലിക്കേഷൻ വിളിക്കും ആൻഡ് ഓഗസ്റ്റിലായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഈ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ വളരെ സീരിയസ് ആയിട്ട് എഴുതാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിറ്റ്സിന്റെ കൂടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി, അവിടെ രജിസ്ട്രേഷൻ ചെയ്യാം, റൈറ്റ്? അതേപോലെ തന്നെ ഒരു ഗൈഡിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഗൈഡ് ഉണ്ട്, റിറ്റ്സിന്റെ ഗൈഡാണ്. 2021 മുതൽ നമുക്ക് ഈ ഒരു ഗൈഡ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ 4ാമത്തെ എഡിഷൻ ആണ് ഈ ഗൈഡിന്റെ. സോ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഉണ്ടാക്കിയ ഒരു ഗൈഡാണ്. ഈ ഒരു ഗൈഡ് ആമസോണിലെല്ലാം ബെസ്റ്റ് സെല്ലറായി, കഴിഞ്ഞ 3 വർഷങ്ങളിൽ ആമസോണിൽ ബെസ്റ്റ് സെല്ലറായിട്ട് ഉള്ള ഒരു ഗൈഡാണ്. സോ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം അവിടെ ഇതും ഈ ഒരു ട്രൈ ചെയ്യാവുന്നതാണ്, റൈറ്റ്? അപ്പോൾ നമുക്ക് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് കടക്കാം. സോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് 60% കന്നഡ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ കർണാടക ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കന്നഡ ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഓർഡിനൻസും അതിനുശേഷം പിന്നീട് അവർ ലെജിസ്ലേഷൻ എല്ലാം പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ കർണാടകയിലുള്ള ഈ ബംഗളൂരു, എസ്പെഷ്യലി ബംഗളൂരുവിലെ മുനിസിപ്പാലിറ്റി, ദേ ഹാവ് ഡയറക്റ്റഡ് അവിടെയുള്ള എല്ലാ ബിസിനസ്സുകളോടും പറഞ്ഞു അവരുടെ സൈൻ ബോർഡ്സിൽ 60% കന്നഡ ലാംഗ്വേജ് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്തിരിക്കണം. 40% എനി അതർ ലാംഗ്വേജ് കുഴപ്പമില്ല. ബട്ട് 60%, മിനിമം 60% സൈൻ ബോർഡ്സിന്റെ 60% ഷുഡ് ബി കന്നഡ ലാംഗ്വേജ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നിയമം ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ റീസെന്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് 13th March ഒക്കെ ആയപ്പോഴത്തേലും അറിയാൻ കഴിഞ്ഞത് ഓൾമോസ്റ്റ് 98% ഈ ഒരു റൂൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. അവിടെയുള്ള ബിസിനസ്സുകളെല്ലാം 60%ഓളം സൈൻ ബോർഡുകളിൽ അവർ കന്നഡ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ലൈസൻസ് റിവോക്ക് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ നിയമ നടപടികളും എടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഒരു കമ്പൽഷൻ അവിടെ വരുന്നുണ്ട്. അതിന്റെ മെയിൻലി ആ കന്നഡ എന്നുള്ള ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യാനുള്ള അതിന്റെ പിന്നിലുള്ള ഒരു നിയമം എന്ന് പറയുന്നത് കന്നഡ ലാംഗ്വേജ് കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് അമെൻഡ്മെന്റ് ആക്ട് 2024 ആണ്. ഈ ഒരു ആക്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 60% റൂള് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, റൈറ്റ്? ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നമ്മളുടെ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നത് വാട്ടർ ആക്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ചാണ്. നമുക്കറിയാം വാട്ടർ ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ലെജിസ്ലേഷൻ ആണ് ഈ വാട്ടർ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ ആക്ടിന്റെ മുകളിൽ ഒരു അമെൻമെന്റ് ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അമെൻമെന്റ് ത്രൂ ഔട്ട് ഇന്ത്യയിലല്ല, കുറച്ച് സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അതിനു മുന്നേ വാട്ടർ ആക്ട് എന്താണെന്ന് മനസ്സിലാക്കാം. വാട്ടർ ആക്ട് എന്ന് പറയുന്നത് നമ്മളുടെ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് ആണ്. 1974 ഇത് എനാക്ട് ചെയ്തത്. ആൻഡ് ദിസ് ഇസ് കൺസിഡേർഡ് ടു ബി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഫസ്റ്റ് പീസ് ഓഫ് ലെജിസ്ലേഷൻ ആണ് ടു അഡ്രസ് കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ്. ഈ ഒരു ആക്ട് പ്രകാരമാണ് നമ്മളുടെ CPCB, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതേപോലെ തന്നെ SPCB, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. CPCBയുടെ മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു കണ്ടക്ട് ചെക്ക് ആൻഡ് ഈ പറയുന്ന ഗൈഡൻസ് എല്ലാം കൊടുക്കാൻ, ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് CPCBയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. ആൻഡ് SPCB ഒരു കൈൻഡ് ഓഫ് എൻഫോഴ്സ്മെന്റ് അതോറിറ്റി കൈൻഡ് ഓഫ് കാര്യമാണ്. ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് ഈ SPCB ആണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു അമെൻമെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ അമെൻമെന്റ് സാധാരണ രീതിയിൽ 2 സ്റ്റേറ്റുകളിലാണ് വന്നിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ് ആൻഡ് രാജസ്ഥാൻ സ്റ്റേറ്റിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതർ യൂണിയൻ ടെറിട്ടറീസിലാണ് ഈ അമെൻമെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അമെൻമെന്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മൈനർ ആയിട്ടുള്ള ഈ ആക്ടിന്റെ അകത്ത് കുറെ ഒഫൻസസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പല ഒഫൻസുകൾക്കും ഇംപ്രിസൺമെന്റ് കൊടുക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ വാട്ടർ ആക്ട് ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇപ്പൊ കൊണ്ടുവന്ന അമെൻമെന്റ് മെയിൻലി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇംപ്രിസൺമെന്റ്സും എന്ത് ചെയ്തു, ഫൈനിലോട്ട് കൺവേർട്ട് ചെയ്തു. മൈനർ ആയിട്ടുള്ള ഒഫൻസുകളിലെ ഇംപ്രിസൺമെന്റ് കിട്ടുന്ന പണിഷ്മെന്റ് എല്ലാം എന്ത് ചെയ്തു, ഫൈനിലോട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് ഫൈനിന്റെ എമൗണ്ട് കുറച്ചും കൂടി കൂട്ടി. ഇപ്പൊ 10,000 to 15 lakhന്റെ ഇടയിൽ വരെ ഫൈനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ വേറൊരു മേജർ ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്, ചില ഇൻഡസ്ട്രീസ്, ഇപ്പൊ ഈ ഇൻഡസ്ട്രീസിന് വാട്ടർ ബോഡീസിലോട്ട് കണ്ടാമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രീസ് തുറക്കണമെങ്കിൽ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസെന്റ് എടുക്കണമായിരുന്നു. പക്ഷേ ഈ അമെൻമെന്റ് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൻട്രൽ ഗവൺമെന്റും അതേപോലെ തന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും എന്ത് ചെയ്യാം, ചില ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യാം, എക്സെംപ്റ്റ് ചെയ്യാം ഈ കൺസെന്റ് എടുക്കേണ്ട ആ റൂളിൽ നിന്ന്. അപ്പം അങ്ങനെ എക്സെംപ്റ്റ് ചെയ്ത ഇൻഡസ്ട്രീസിനൊന്നും എന്ത് ചെയ്യേണ്ട, SPCBയുടെ കൺസെന്റ് ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് റൂൾസ് ആണ്, അമെൻമെന്റ്സ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ത്രൂ ഔട്ട് ഇന്ത്യ ആപ്ലിക്കബിൾ അല്ല, ചില സ്റ്റേറ്റ്സിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ വേറൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്, വാട്ടർ എന്ന് പറയുന്നത് ഒരു യൂണിയൻ അല്ലെങ്കിൽ യൂണിയൻ സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണോ എന്നുള്ളത്. ആക്ച്വലി വാട്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ് സബ്ജക്റ്റിന്റെ ഒരു പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ യൂണിയൻ ഗവൺമെന്റിന് അമെൻമെന്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ ആർട്ടിക്കിൾ 252 ഇത് എനേബിൾ ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകൾ, രണ്ടിൽ കൂടുതൽ സ്റ്റേറ്റുകളോക്കോ എന്തെങ്കിലും ഒരു നിയമം വേണമെന്ന് താല്പര്യമുണ്ട്. ആൻഡ് ആ സ്റ്റേറ്റുകളിലെ സ്റ്റേറ്റ് അസംബ്ലികളിൽ ഈ പറയുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സായിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ നിയമം വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകൾക്ക് അഡോപ്റ്റും ചെയ്യാൻ വേണ്ടി പറ്റും. അത് ആ സ്റ്റേറ്റുകളിലെ സ്റ്റേറ്റ് അസംബ്ലി എന്ത് ചെയ്താൽ മതി, അത് അപ്രൂവ് ചെയ്താൽ മതി. അപ്പം ഇത് ആർട്ടിക്കിൾ 252 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പാർലമെന്റിന് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റിന് മുകളിൽ രണ്ട് കൂടുതൽ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യാണ്, അതിനുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, നിയമം പാസ്സാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു ഐഡിയ പ്രകാരമാണ് നമ്മളുടെ ഈ ഒരു വാട്ടർ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മാറ്റർ വിച്ച് ഇസ് അണ്ടർ സ്റ്റേറ്റ് സബ്ജക്ട് എന്ത് ചെയ്യുന്നത്, ഈ ഹിമാചൽ പ്രദേശിലും രാജസ്ഥാനിലും പാർലമെന്റ് എന്ത് ചെയ്ത് അമെൻഡ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. ഓക്കെ, ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇലക്ടോറൽ ബോണ്ട്സിനെ കുറിച്ചിട്ടാണ്. ഇലക്ടോറൽ ബോണ്ട്സ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കിയ ഒരു കാര്യം നമ്മൾ എല്ലാവരും ന്യൂസ് പേപ്പറിലെല്ലാം വായിച്ചിട്ടാവും. ഇലക്ടോറൽ ബോണ്ട്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കുക. ഇലക്ടോറൽ ബോണ്ട്സ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പ്രോമിസറി നോട്ടാണ്. ഈ ഇലക്ടോറൽ ബോണ്ട്സ് നമുക്ക് പക്ഷെ പ്രോമിസറി നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് ഒരു നെയിമും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. ഇത് ആർക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണ് വാങ്ങുന്നത് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു നമ്പർ, ഒരു ആൽഫ ന്യൂമറിക് നമ്പർ മാത്രം ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സൺ അല്ലെങ്കിൽ കമ്പനി ആര് വേണമെങ്കിലും ആവാം, ഈ പറയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പോയിട്ട് SBIയിൽ നിന്ന്, കാരണം SBI മാത്രമാണ് ഇത് ഓത്തറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ബോണ്ട് വാങ്ങാൻ വേണ്ടി പറ്റും. ഈ ബോണ്ട് വാങ്ങുന്നത് പലതരത്തിലുള്ള ഡിനോമിനേഷൻ, 1000 മുതൽ തുടങ്ങുന്ന ഡിനോമിനേഷനിലാണ് ഈ ബോണ്ട് വാങ്ങാൻ കഴിയുന്നത്. അങ്ങനെ ഈ ബോണ്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, ഈ ബോണ്ട് വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീന് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആൾക്ക് കൊടുക്കാം. ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്യും, പോയിട്ട് എന്ത് ചെയ്യും, ഇത് എൻകാഷ് ചെയ്യും. ഈ സ്റ്റേറ്റ് ബാങ്കിന്റെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോണ്ട് അവിടെ കൊടുത്തിട്ട് ഇത് എൻകാഷ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഇലക്ടോറൽ ബോണ്ട് ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ ഈ ഇലക്ടോറൽ ബോണ്ട് മെയിൻലി കൊണ്ടുവന്നത് 2017 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2018 ഇത് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് നോട്ടിഫൈ ചെയ്തപ്പം ഇത് പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്കൽ ട്രാൻസാക്ഷൻ, പൊളിറ്റിക്കൽ ഡൊണേഷൻസ് ട്രാൻസ്പാരന്റ് ആക്കാനാണ് ഈ ഇലക്ടോറൽ ബോണ്ട്സ് കൊണ്ടുവരുന്നതും. അതേപോലെ തന്നെ ഈ ഐഡന്റിറ്റി, ഡോണേഴ്സിന്റെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാനുമാണ് ഈ ഇലക്ടോറൽ ബോണ്ട് സ്കീം വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഇലക്ടോറൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് തന്നെ പല അമെൻമെന്റ്സും വന്നിട്ടുണ്ട്, പല ആക്ടുകൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റെപ്രസെന്റേറ്റീവ് ഓഫ് പീപ്പിൾ ആക്ട് സെക്ഷൻ 29C അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ടിന് 13A അമെൻഡ് ചെയ്തു. അതേപോലെ തന്നെ 182 ഓഫ് കമ്പനീസ് ആക്ടും അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന അമെൻമെന്റുകളെല്ലാം ഇലക്ടോറൽ ബോണ്ടിനെ നമ്മളുടെ ആ ഒരു സ്കീമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 182 ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം ആക്ച്വലി മുന്നേ ഉണ്ടായിരുന്നത് 7.5% ഓഫ് ദി നെറ്റ് ആവറേജ് ഇൻകം ഇൻ ദ ലാസ്റ്റ് 3 years. കഴിഞ്ഞ 3 വർഷങ്ങളിലെ നെറ്റ് ആവറേജ് ഇൻകത്തിന്റെ 7.5% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കമ്പനീന് ഡൊണേഷൻ ആയിട്ട്, ഒരു പൊളിറ്റിക്കൽ പാർട്ടീന് ഡൊണേഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ആ 182 നേരത്തെ ഞാൻ പറഞ്ഞു അമെൻഡ് ചെയ്തതോടെ ഭാഗമായിട്ട് അവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പൊളിറ്റിക്കൽ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു രീതിയിൽ ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കമ്പനീസ് എന്ത് ചെയ്യണമായിരുന്നു, അത് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു.
ഇത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, എത്ര എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു റിക്വയർമെന്റ് ഈ അമെൻമെന്റോട് കൂടി എടുത്തു കളഞ്ഞു. അതേപോലെ തന്നെ 29A അകത്ത് പറയുന്നുണ്ട് ആർക്കാണ്, ഹൂ ഇസ് എലിജിബിൾ ഫോർ എൻകാഷിംഗ്, അല്ലെങ്കിൽ ഇത് റിസീവ് ചെയ്യാൻ, ഇലക്ട്രോൾ ബോണ്ട് റിസീവ് ചെയ്യാൻ ആരാണ് എലിജിബിൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് 29A പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ആൻഡ് പ്രീവിയസ് ലോക്സഭ ജനറൽ ഇലക്ഷനിൽ എന്ത് ചെയ്യണം, അവർക്ക് നോട്ട് ലെസ് ദാൻ 1% വോട്ട്സ് എന്ത് ചെയ്യണം, അവർ സെക്യൂർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഒരു ആൾക്ക് മാത്രമേ, അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇലക്ട്രോൾ ബോണ്ട്സിന് എലിജിബിൾ ആവാൻ, റിസീവ് ചെയ്യാൻ എലിജിബിൾ ആവാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി ഈ പൊളിറ്റിക്കൽ ഈ പറയുന്ന ഇലക്ട്രോൾ ബോണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 15 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, അത് എൻകാഷ് ചെയ്തിരിക്കണം. 15 ഡേയ്സിനുള്ളിൽ എൻകാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും, പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലോട്ട് എന്ത് ചെയ്യും, ഫോർഫെയ്റ്റ് ചെയ്യപ്പെടും. റൈറ്റ്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഡൊണേഷൻസ് 1000, 10,000, 1 lakh, 10 lakh ആൻഡ് 1 crore ഡൊണേഷൻസിലാണ്, ഡിനോമിനേഷൻസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് വേറൊരു കാര്യം പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് ഒരു ലിമിറ്റും ഇല്ല, എത്ര ഇലക്ട്രോൾ ബോണ്ട്സ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ എല്ലാ ദിവസവും സെയിൽ ഉണ്ടാവില്ല, ആ ഒരു പെർട്ടിക്കുലർ 10-day വിൻഡോസിന്റെ സമയത്തേ ഉണ്ടാവുള്ളൂ. അതായത് 4 ക്വാർട്ടറുകളിലായിട്ടാണ് ഇവര്, ജാനുവരി, ഏപ്രിൽ, ജൂലൈ ആൻഡ് ഒക്ടോബറിലാണ് ഇതിന്റെ സെയിൽ ഉണ്ടാവുക, 10-day വിൻഡോസിന്റെ ഭാഗമായിട്ട്. ആൻഡ് ജനറൽ ഇലക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു 30-day അഡീഷണൽ ആയിട്ടുള്ള ഒരു പീരീഡും അനുവദിച്ച് കൊടുക്കാറുണ്ട്. റൈറ്റ്. ഈ സുപ്രീം കോർട്ട് നമ്മൾ ഈ ഇലക്ട്രോൾ ബോണ്ട്സ് കേസിന്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതാണ്, നമ്മൾ ADR എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ആണ് ആക്ച്വലി ഇതിന് ഈ ഒരു പെറ്റീഷണർ, വൺ ഓഫ് ദി പെറ്റീഷണർ എന്ന് പറയുന്നത് ഇതിന്റെ ഈ കേസിന്റെ. സോ ഇതിന്റെ ഭാഗമായിട്ട് ഫയൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് ഈ ഇലക്ട്രോൾ ബോണ്ട് സ്കീം എന്ന് പറയുന്നത് ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും, ഇത് ഒരു വോട്ടറിന്റെ റൈറ്റ് ടു ഇൻഫോർമേഷനെ വളരെയധികം വയലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഒരു കൈൻഡ് ഓഫ് അനോണിമിറ്റി ഉണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എത്ര ഡൊണേഷൻ ആണ് കിട്ടുന്നത്, ആരാണ് ഇത് ഡൊണേറ്റ് ചെയ്തതെന്നെല്ലാം അറിയാനുള്ള അവകാശം ഒരു വോട്ടറിന് ഉണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വയലേഷൻ ആണ് ഇത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതാണ്, അൺറെസ്ട്രെയിൻ ഇൻഫ്ലുവൻസ് ആണ് ഈ പറയുന്ന ഇലക്ട്രോൾ ബോണ്ട്സ് അനുവദിച്ച് നൽകുന്നതെന്നാണ് പറഞ്ഞത്. ആൻഡ് സോ അതിന്റെ ഭാഗമായത് തന്നെ ഈ ഇലക്ട്രോൾ ബോണ്ട് സ്കീം എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും അതൊരു മാനിഫെസ്റ്റ്ലി ആർബിട്രറി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്നും ആണ് സുപ്രീം കോടതി ഇത് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ സുപ്രീം കോടതി SBIനോട് പറഞ്ഞു, കൃത്യമായിട്ട് ഡയറക്ഷൻസ് നൽകി. അതായത് April 1, 2019 മുതൽ February 15, 2024 വരെ ഉള്ള എല്ലാ ഇലക്ട്രോൾ ബോണ്ട്സിന്റെ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, സുപ്രീം കോടതി എന്ത് ചെയ്തു, ഇലക്ഷൻ കമ്മീഷന് കൈമാറണം, SBI ഇലക്ഷൻ കമ്മീഷൻ കൈമാറണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ഷൻസ് നൽകി. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ SBI പറഞ്ഞു കുറച്ചും കൂടി സമയം ഞങ്ങൾക്ക് വേണം, June 30 സമയത്തോട്ട് ഞങ്ങൾ വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം, കുറച്ച് സമയം അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, SBI സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സുപ്രീം കോടതി എന്ത് ചെയ്തു, അത് സമ്മതിച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞു പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഡേ തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം ECIക്ക്. പക്ഷെ ECIക്ക് ഡിസ്ക്ലോസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ SBI അതിന്റെ ഈ ആൽഫ ന്യൂമറിക് നമ്പേഴ്സ് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് പിന്നെയും കോടതിയിൽ വന്നപ്പോഴും അവിടെ കോടതിയിൽ SBI എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഞങ്ങളെ മനസ്സിലാക്കിയത് ഈ ഒരു രീതിയിലാണ്, അതായത് എല്ലാ ഇൻഫോർമേഷനും കൊടുക്കേണ്ട എന്നുള്ള, ആൽഫ ന്യൂമറിക് ഇൻഫോർമേഷൻ സപ്ലൈ ചെയ്യേണ്ട എന്നുള്ള ഒരു ഐഡിയ ആണ് ഞങ്ങൾ മനസ്സിലാക്കിയതെന്നായിരുന്നു സുപ്രീം കോടതിയിൽ അവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് എല്ലാ ഡീറ്റെയിൽസും, ഓൾ ഡീറ്റെയിൽസ് SBIയുടെ കയ്യിലുള്ളത് റിവീൽ ചെയ്യണമെന്നാണ്. അപ്പോൾ ആ ഒരു ഡയറക്റ്റീവും സുപ്രീം കോടതി കൊടുക്കുകയുണ്ടായി. ആൻഡ് ഇലക്ഷൻ കമ്മീഷനോട് പെട്ടെന്ന് തന്നെ ഇൻഫോർമേഷൻ കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഒരു വോട്ടറിന്റെ അവകാശമാണ് ഈ പറയുന്ന ഇൻഫോർമേഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസിന് എത്ര ഡൊണേഷൻ കിട്ടുന്നുണ്ട്, ആർക്കൊക്കെ ഏതൊക്കെ കമ്പനീസ് ഡൊണേഷൻസ് കൊടുത്തു എന്നുള്ളതെല്ലാം അറിയാനുള്ള അവകാശം എന്തുണ്ട്, ഈ പറയുന്ന വോട്ടറിന് ഉണ്ട് എന്നാണ് സുപ്രീം കോടതി ഈ ഒരു കേസിൽ പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. സോ നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ ജ്ഞാൻപീഠം അവാർഡാണ്. 58th ജ്ഞാൻപീഠം അവാർഡ് കൊടുത്തിട്ടുണ്ട്. 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇപ്രാവശ്യം, ഗുൽസാർ ആൻഡ് രാമഭദ്രാചാര്യക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ജ്ഞാൻപീഠം അവാർഡിനെ കുറിച്ചിട്ട് പറയാം. ജ്ഞാൻപീഠം അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ഹയസ്റ്റ്
ലിറ്റററി അവാർഡാണ് ജ്ഞാൻപീഠം അവാർഡ് എന്ന് പറയുന്നത്. ആൻഡ് അത് ലിറ്ററേച്ചറിന് ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് കോൺട്രിബ്യൂഷൻ ഇൻ ലിറ്ററേച്ചറിനാണ് അത് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ പേരാണ് ഭാരതീയ ജ്ഞാൻപീഠ് ഓർഗനൈസേഷൻ. അത് എസ്റ്റാബ്ലിഷ് 1944 and it was established by Sahu Shanti Prasad Jain and his wife Rama Jain. ആൻഡ് ഇത് 1961 എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ പറയുന്ന ഭാരതീയ ജ്ഞാൻപീഠം എന്ന് പറയുന്നത്. ആൻഡ് ഇത് ജ്ഞാൻപീഠം അവാർഡ് ആദ്യമായിട്ട് കൊടുത്തിരുന്നത് 1965 അപ്പോൾ ഈ പറയുന്ന അവാർഡ് ഇംഗ്ലീഷും അതർ ഇന്ത്യൻ ലാംഗ്വേജസിനും വരും. ഇന്ത്യക്കാർക്ക് മാത്രമേ ഈ ഒരു അവാർഡ് കൊടുക്കാറുള്ളൂ. ആൻഡ് ഇത് പോസ്റ്റ്മസ്ലി കൊടുക്കില്ല, അതായത് മരണശേഷം ഈ അവാർഡ് എന്ത് ചെയ്യില്ല, കൊടുക്കുന്ന ഒരു കാര്യം ഈ ഒരു അവാർഡിന് ഇല്ല. ഈ അവാർഡിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 11 lakh rupees ആണ്. ഒരു സ്റ്റാച്യു സരസ്വതിയുടെ ഒരു ഗോഡസ് സരസ്വതിയുടെ ഒരു സ്റ്റാച്യു കൊടുക്കും. ആൻഡ് ഓൾസോ ഒരു സൈറ്റേഷൻ കൊടുക്കും ടു ഓണറിങ് ദെയർ ലിറ്റററി അച്ചീവ്മെന്റ്സ്. ഫസ്റ്റ് നമ്മളുടെ ജ്ഞാൻപീഠ അവാർഡ് കിട്ടിയിരിക്കുന്നത് ജി ശങ്കരക്കുറുപ്പിനാണ്, ഓടക്കുഴൽ എന്ന് പറയുന്ന ഒരു പോയത്തിന്. ആൻഡ് അതേപോലെ തന്നെ ഇപ്പം ഇതുവരെ ടോട്ടൽ 58 റൈറ്റേഴ്സിനും ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 8 വുമൻ ഓത്തേഴ്സിനാണ് ഈ ജ്ഞാൻപീഠ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് വുമൻ ടു റിസീവ് ജ്ഞാൻപീഠ അവാർഡ് എന്ന് പറയുന്നത് 1976 ബംഗാളി നോവലിസ്റ്റ് ആയ ആശാ പൂർണ ദേവിക്ക് ആണ്. ആൻഡ് ദ ഫസ്റ്റ് പ്രോമിസ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകം ബംഗാളി നോവലിനാണ് ഈ ഒരു പറയുന്ന അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യം കിട്ടിയ ആളുകൾ ഗുൽസാറിന് നമുക്കറിയാം. ഗുൽസാറിന്റെ ശരിക്കുള്ള പേര് സമ്പൂർണ്ണ സിംഗ് കൽറ എന്നുള്ളതാണ്. ഹി ഈസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഉറുദു പോയറ്റ്സ് നൗ ഇൻ ദ വേൾഡ്. അദ്ദേഹം പല അവാർഡ്സ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് 5ഓളം നാഷണൽ ഫിലിം അവാർഡ്സും ഗുൽസാറിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പുതിയ ജോണർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ത്രിവേണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 ലൈനിന്റെ പോയം രീതിയിലുള്ള. അദ്ദേഹത്തിന് ഓസ്കർ അവാർഡും കിട്ടിയിട്ടുണ്ട്. ജയഹോ ലിറിക്സിന് വേണ്ടിയിട്ട് ജയഹോ എന്നുള്ള ആ ഒരു സോങ്ങിന്റെ ലിറിക്സ് ഇദ്ദേഹമാണ് ചെയ്തത്. അതിന് അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രാമി അവാർഡ്സും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ജഗതഗുരു രാമഭദ്രാചാര്യ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ വർഷം അടുത്ത ജ്ഞാൻപീഠ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഒരു സ്പിരിച്വൽ ലീഡറാണ്, പോയറ്റാണ്, എഡ്യൂക്കേറ്റർ ആണ്. ആൻഡ് പല തരത്തിലുള്ള ഇന്ത്യൻ ലാംഗ്വേജിൽ അദ്ദേഹം റൈറ്ററും കൂടിയാണ്. ഹീസ് എ പോളിഗ്ലോട്ട്, അതായത് അതിൻ്റെ അർത്ഥം കുറെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടി കഴിയും. 22ഓളം ലാംഗ്വേജ് അത് സംസാരിക്കും എന്നാണ് പറയുന്നത്. 240 പുസ്തകങ്ങളോളം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിഭൂഷൺ 2015 കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം തുളസി പീഠ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷന്റെ ഫൗണ്ടറും ഹെഡും കൂടിയാണ്. റൈറ്റ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ന്യൂസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് അമെൻമെന്റ് ടു സറഗസി റെഗുലേഷൻ റൂൾസ് 2022 ആണ്. നമുക്ക് സറഗസി ആക്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട്. നമുക്കറിയാം സറഗസി എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കപ്പിൾ, ഒരു വുമൺ അല്ലെങ്കിൽ ഒരു കപ്പിൾ എന്ത് ചെയ്യാണ്, അവർക്ക് കൺസീവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, വേറൊരു പേഴ്സന്റെ സഹായം തേടുകയാണ് ടു ക്യാരി ആൻഡ് ഗിവ് ബർത്ത് ഓഫ് എ ചൈൽഡ്. അപ്പം സറോഗസി ഇന്ത്യയിൽ 2 തരത്തിലുള്ള സറോഗസി ഉണ്ട്. ഓൾട്രോയിസ്റ്റിക് സറോഗസി ഉണ്ട്, കൊമേഴ്ഷ്യൽ സറോഗസി ഉണ്ട്. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞെങ്കിൽ ഫോർ ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവുന്ന സറോഗസി ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ സറോഗസി. ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ സറോഗസി ലീഗൽ അല്ല. ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന, ഇന്ത്യയിൽ ഈ സറോഗസി റെഗുലേറ്റ് ചെയ്യുന്ന ആക്ടാണ് സറോഗസി റെഗുലേഷൻ ആക്ട് 2021. അപ്പൊ അത് പ്രകാരം ഇന്ത്യയിൽ ഓൾട്രോയിസ്റ്റിക് സറോഗസി മാത്രമേ ഉള്ളൂ. അതായത് വിത്തൗട്ട് എനി ഫൈനാൻഷ്യൽ ഗെയിൻ ആയിരിക്കണം ഒരു വ്യക്തി ഈ പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. സോ അതാണ് ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിയൻ ഗവൺമെന്റ് ഈ സറോഗസി റെഗുലേഷൻ റൂൾസ് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അതിന്റെ മേലെ ഒന്ന് അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ അമെൻമെന്റ് കൊണ്ടുവരുന്നതിന് മുന്നേ പറഞ്ഞിരിക്കുന്നത് സറോഗസി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഗമേറ്റ്സ് എന്ത് ചെയ്യണം, കപ്പിളിന്റെ 2 കപ്പിളിന്റെ എന്ത് ചെയ്യണം, ഗമേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു റിപ്രൊഡക്റ്റീവ് സെല്ലാണ്. അപ്പം ഫീമെയിലിന്റെ കാര്യത്തിൽ നമ്മൾ ഓവ അല്ലെങ്കിൽ ദ എഗ് എന്ന് പറയും, മെയിലിന്റെ കാര്യത്തിൽ സ്പേം എന്ന് പറയും, അല്ലെ. അപ്പൊ ഇത് രണ്ടും ഈ കപ്പിളിന്റെ ഭാഗത്ത് നിന്ന് വരണം എന്നാണ് പറയുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഈ അമെൻമെന്റിന് വരുന്നതിന് മുന്നേ. എന്നിട്ട് ഒരു വുമൺ, ആ ഒരു സെറഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു വുമൺ എന്ത് ചെയ്യുന്നു, ഈ 2 ഗമേറ്റ്സിനെയും എന്ത് ചെയ്യുന്നു, ക്യാരി ചെയ്യുന്നു. ആൻഡ് ആ വുമന്റെ വയറ്റിലാണ് ഈ കുട്ടി ഉണ്ടാകുന്നത്. ആൻഡ് ആ വുമൺ എന്ത് ചെയ്യുന്നു, ബർത്ത് നൽകുന്നു. ഇതായിരുന്നു ഈ അമെൻമെന്റിന് വരുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രോസസ്. അപ്പൊ ഈ 2 പേരും, ഹസ്ബൻഡും ആൻഡ് ഈ പറയുന്ന വൈഫും എന്ത് ചെയ്യണം, ഈ പറയുന്ന ഗമേറ്റിനെ ഡൊണേറ്റ് ചെയ്യണം. റൈറ്റ്. പുറത്തുനിന്ന് ഈ പറയുന്ന ഗമേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. അതായിരുന്നു ഈ ഒരു അമെൻമെന്റിന് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ ഈ അമെൻമെന്റ് വന്നതോടുകൂടി ഇവിടെ പറയുന്നത് ബോത്ത് ഗമേറ്റ്സ് നീഡ് നോട്ട് കം ഫ്രം ദ മാരീഡ് കപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പോൾ വൈഫിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഡോണർ സെൽസ് എടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ വൈഫിന്റെ ഈ പറയുന്ന എഗ് സെൽസും അതേപോലെ തന്നെ ഹസ്ബൻഡിന് ഇപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ
എന്ത് ചെയ്യാം, വേറൊരു ഡോണർ, വേറൊരു വ്യക്തിയുടെ സ്പേം സെൽസും എടുക്കാം. അപ്പൊ ഇവിടെയുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, കുട്ടി ജനറ്റിക്കലി റിലേറ്റഡ് ആയിരിക്കണം. ഈ കപ്പിളിന്റെ ഒരു കൈൻഡ് ഓഫ് റിലേഷൻ ഉണ്ടാവണം, ആ കുട്ടിയുമായിട്ട് ജനറ്റിക് റിലേഷൻ ഉണ്ടാവണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പം പക്ഷേ ഇവിടെ അതനുസരിച്ച് നമ്മൾ നോക്കുമ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ബോർഡാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ടത്. അതായത് ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് 2 ഗമേറ്റ്സ് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള, അതുകൊണ്ട് അവരെ ഡോണർ സെല്ലിന് എടുക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ നൽകുന്ന ഈ പറയുന്ന ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒരു ബോർഡാണ് പെർമിഷൻ നൽകുന്നത്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഹസ്ബൻഡോ വൈഫോ, ഏതർ ഹസ്ബൻഡ് ഓർ വൈഫ് എന്ത് ചെയ്യണം, എന്തായാലും ഈ സെൽസ് സെൽസ് ഉണ്ടാവണം. ഹസ്ബൻഡോ വൈഫിന്റെയോ സെൽ ഉണ്ടാവണം. ഡോണർ സെൽ ആരുടെയെങ്കിലും ഇടാം. അപ്പൊ രണ്ടുപേർക്കും എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ സറോഗസി എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ട കാര്യം. ഇനി വുമന്റെ കാര്യത്തിൽ അതേപോലെ തന്നെയാണ്. വുമന്റെ കാര്യത്തിൽ സിംഗിൾ വുമണിന് നമുക്ക് സറോഗസി ചെയ്യാൻ വേണ്ടി പറ്റും, സറോഗസിൻ്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ സിംഗിൾ വുമൺ എന്ന് പറയുമ്പോൾ അൺമാരീഡ് ആയിട്ടുള്ള വുമൺ അല്ല, അവിടെ വിഡോ ഓർ ഡിവോഴ്സിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും അവിടെ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറയുന്നത്, ഈ വുമൺ തന്നെ എന്ത് ചെയ്യണം, ഈ എഗ്സും സെൽഫ് സ്വന്തം എഗ്സും അതേപോലെ തന്നെ ഡോണർ സ്പേം എന്ത് ചെയ്യണം, ഈ പറയുന്ന വുമൺ തന്നെ എന്ത് ചെയ്യണം, അവൈൽ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത് ഫോർ സറോഗസി പ്രൊസീജിയേഴ്സ്, റൈറ്റ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളുടെ സറോഗസി റൂൾസ് ഇപ്പം നിലവിൽ ഉള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മാരീഡ് ആയിട്ടുള്ള കപ്പിൾ, ആ മാരീഡ് ആയിട്ടുള്ള കപ്പിളിന്റെ ഹസ്ബൻഡിനും വൈഫിനും എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ, രണ്ടുപേർക്കും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ സറോഗസി പ്രൊസീജിയേഴ്സിലോട്ട് ഏർപ്പെടാൻ വേണ്ടി പറ്റില്ല. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമേ ആയിരിക്കണം മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാകുന്നത്. മറ്റേ വ്യക്തിക്ക് എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും ഗമേറ്റ് സെൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇവിടെ ഐഡിയ എത്രയേ ഉള്ളൂ, ജനറ്റിക്കലി റിലേറ്റഡ് ആവണം കുട്ടി, റൈറ്റ്. ഇനി അതേപോലെ തന്നെ സിംഗിൾ വുമൺ ആണ്, പക്ഷെ അൺമാരീഡ് അല്ല. സിംഗിൾ വുമൺ ഇൻ ദ സെൻസ് ഡിവോഴ്സി അല്ലെങ്കിൽ വിഡോ ആയിരിക്കുന്ന ഒരു വുമണിന് എന്ത് ചെയ്യാൻ പറ്റും, സറോഗസി പ്രൊസീജിയറിൽ ഏർപ്പെടാൻ പറ്റും. പക്ഷേ അവിടെയും കണ്ടീഷൻ ഉണ്ട്. അവിടെ പറയുന്നത് ആ വുമൺ സ്വന്തം എഗ് സെൽസ് എന്ത് ചെയ്യണം, കൊടുക്കണം. ആൻഡ് ഓൾസോ ഈ ഡോണർ സെൽ എന്ത് ചെയ്യണം, ഈ വുമൺ തന്നെ എന്ത് ചെയ്യണം, അവൈൽ ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനും കൂടി അവിടെ പറയുന്നുണ്ട്, റൈറ്റ്. അപ്പൊ ഇതിന്റെ അർത്ഥം LGBTQIA+ കപ്പിൾസിന് അല്ലെങ്കിൽ ലിവിങ് ഇൻ റിലേഷൻഷിപ്പ് ഉള്ള കപ്പിൾസിന് ഓർ സിംഗിൾ പേഴ്സൺസ്, അതായത് അൺമാരീഡ് ആയിട്ടുള്ള സിംഗിൾ പേഴ്സൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സറോഗസി സ്കീമിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, റൈറ്റ്. ഇനി നമ്മൾ അടുത്ത ന്യൂസിലോട്ട് പോകുമ്പോൾ ഇവിടെ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. നമ്മളുടെ പുതിയ ക്രിമിനൽ ലോസ്, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ പറയുന്ന 3 ക്രിമിനൽ ലോസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ജൂലൈ 1 മുതലാണ് അത് കമൻസ് ചെയ്യുക, ആ നിയമങ്ങൾ. സോ ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ആക്ടുകളാണ് നമ്മളുടെ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ആൻഡ് ഭാരതീയ സാക്ഷ്യ അധിനിയം. നമ്മളുടെ ഭാരതീയ ന്യായ സംഹിതയുടെ അകത്ത് ചെറിയൊരു ഒരു കണ്ടീഷൻ അവിടെ വന്നിട്ടുണ്ട്. അതായത് സെക്ഷൻ 106 ക്ലോസ് 2 തൽക്കാലം ടെമ്പററിലി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രൊവിഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രൊവിഷൻസും ഈ പറയുന്ന ജൂലൈ 1-ാം തീയതി മുതൽ എന്ത് ചെയ്യും, കമൻസ് ചെയ്യും എന്നാണ് നമ്മളുടെ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് പറയുന്നത്, റൈറ്റ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു പ്രൈവറ്റ് കമ്പനി മൂണിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ മൂണിൻ്റെ സൗത്ത് പോളിൽ എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു ഏരിയ, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടെറൈനാണ് അവിടെ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുക എന്ന് പറയുന്നത്. ആകെ 5 രാജ്യങ്ങളാണ് ഇതുവരെ അത് ചെയ്തിട്ടുള്ളത്. ആ രാജ്യങ്ങളുടെ എയറോസ്പേസ് ഏജൻസികളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യം ചെയ്തിട്ടുള്ളത്, സോഫ്റ്റ് ലാൻഡിങ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു US-ലുള്ള ഒരു പ്രൈവറ്റ് കമ്പനി, ആ പ്രൈവറ്റ് കമ്പനിയുടെ പേരാണ് ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ്. ആ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, ഒരു സോഫ്റ്റ് ലാൻഡിങ് ചെയ്തിരിക്കുകയാണ്. ആ ലാൻഡറിന്റെ പേര് ഒഡീസിയസ് എന്നാണ്. ആൻഡ് ഇത് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ പക്ഷെ എന്ത് സംഭവിച്ചു, അത് ടിപ്ഡ് ലാൻഡിങ്, അതായത് അത് മറിഞ്ഞു വീണു പോയി, റൈറ്റ്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് ആണ്. ബിക്കോസ് രാജ്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയും എന്ത് ചെയ്തിട്ടുണ്ട്, മൂണിൽ ഈ പറയുന്ന ഒരു ലാൻഡർ അവിടെ എത്തിച്ചിട്ടുണ്ട്, ഒരു സ്പേസ് ക്രാഫ്റ്റ് അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂണിൽ ആദ്യമായിട്ട് ഒരു ഒബ്ജക്റ്റ് അയക്കുന്നത് സോവിയറ്റ് യൂണിയനാണ്. ലൂണ 2 എന്ന് പറയുന്ന ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്,
ആദ്യമായിട്ട് അവിടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. അപ്പോൾ ഇതുവരെ 5 രാജ്യങ്ങൾ മാത്രമേ അവിടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് 1951 സോവിയറ്റ് യൂണിയൻ ആണ് ലൂണ 2. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് പിന്നെ നടത്തുന്ന രാജ്യം. 1966 സർവേയർ 1 എന്ന് പറഞ്ഞ മിഷനാണ്. അതേപോലെ തന്നെ പിന്നീട് 2013 ചൈന സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ചാങ്യെ 3 എന്നാണ് ആ ഒരു മിഷന്റെ പേര്. ആൻഡ് 2023 ഇന്ത്യ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തിട്ടുണ്ട്, ചന്ദ്രയാൻ 3. ആൻഡ് ഫൈനലി റീസെന്റ് ചെയ്തിരിക്കുന്നത് ജപ്പാനാണ്. ജപ്പാന്റെ സ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള, അതിനെ പോപ്പുലർലി പറയുന്ന മൂൺ സ്നൈപ്പർ എന്നുള്ളതാണ്. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ളതാണ് സ്ലിമിന്റെ ഫുൾ ഫോം. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാവാം. അപ്പം റീസെന്റ് മൂണിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത രാജ്യം ഏതാണ്? ജപ്പാനാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. സ്ലിം എന്നാണ് പേര്. ജപ്പാന്റെ സ്പേസ് ഓർഗനൈസേഷന്റെ പേര് ജാക്സ എന്നുള്ളതാണ്, JAXA, ജപ്പാനീസ് എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്നാണ് ജാക്സയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോവാം. ഇതും സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഗഗൻയാൻ ക്രൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗഗൻയാൻ എന്ന് പറയാം, നമ്മൾ ഇന്ത്യയുടെ ഹ്യൂമൻ ഫ്ലൈറ്റ് ഒരു മിഷനാണ് നമ്മൾ ഗഗൻയാൻ എന്ന് പറയുന്നത്. 4 IAF പൈലറ്റ്സിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് അവരുടെ പേര് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അൻഗദ് പ്രതാപ് ആൻഡ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല. അപ്പോൾ ഈ പറയുന്ന 4 വ്യക്തികളാണ് നമ്മളുടെ ഗഗൻയാന്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ പറയുന്ന വ്യക്തികൾ 2025 ഈ ഗഗൻയാന്റെ മിഷൻ നടക്കുക എന്നാണ് പറയുന്നത്. അവർ എന്ത് ചെയ്യുന്നു? ലോ എർത്ത് ഓർബിറ്റ്, അതായത് മൂണിൽ ലാൻഡിങ് ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ലോ എർത്ത് ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നു, ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് തിരിച്ച് വരുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളുടെ ISRO ഒരു വ്യോമമിത്ര എന്ന് പറയുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വെയ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ റേഡിയേഷൻ, ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാക്കാൻ പോകുന്ന എഫക്റ്റുകൾ, സ്പേസിൽ പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന എഫക്റ്റുകൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ വ്യോമമിത്രയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസ്ട്രോണോട്സിന്റെ ട്രെയിനിങ് നടത്തുന്നത് റഷ്യയിലും ഇന്ത്യയിലുമായിട്ടാണ് നമ്മളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. നമ്മളുടെ മൂണിലോട്ട് ആസ്ട്രോണോട്സിനെ അയക്കാൻ വേണ്ടി പോകുന്നത് 2014 ഇന്ത്യ അയക്കാൻ വേണ്ടി പോകുന്നത്. 2035 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാവും എന്നാണ് നമ്മളുടെ ISRO പറയുന്നത്. ഒരു ഇന്ത്യൻ ഫോർ ദ ഫസ്റ്റ് ടൈം സ്പേസിൽ പോയിരിക്കുന്നത് രാകേഷ് ശർമ്മയാണ്. 1984 ആ ഒരു സ്പേസിലോട്ട് ആദ്യമായിട്ട് പോകുന്നത്. അത് USSRന്റെ സോയൂസ് T11 എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഗഗൻയാൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ വന്നിരിക്കുന്ന ന്യൂസ്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുതിയ ഒരു ലോക്പാൽ ചെയർപേഴ്സണെ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ മുന്നേ ഉണ്ടായിരുന്നുള്ള ജസ്റ്റിസ് AM കൻവിൽക്കർ ആണ് പുതിയ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ലോക്പാൽ എന്ന് പറയാൻ നമുക്കറിയാം ഒരു ഓംബുഡ്സ്മാൻ ആണ്, ഒരു ആന്റി കറപ്ഷൻ ബോഡിയാണ് വിച്ച് റെപ്രസെന്റ്സ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ ഇന്ത്യ. ലോക്പാലിന്റെ അർത്ഥം തന്നെ ഫ്രണ്ട് ഓഫ് പീപ്പിൾ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ ഉള്ള പബ്ലിക് ഫംഗ്ഷണറീസ് അവരുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അലിഗേഷൻസ്, കറപ്ഷൻ റിലേറ്റഡ് അലിഗേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ജുറിസ്ഡിക്ഷൻ ഉള്ള ഒരു ബോഡിയാണ് ലോക്പാൽ എന്ന് പറയുന്നത്. ലോക്പാൽ ആൻഡ് ലോക്യുക്ത ആക്ട് 2013 ഭാഗമായിട്ടാണ് ഈ ലോക്പാലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഇത് ചെയർപേഴ്സന്റെ എലിജിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ, അപ്പൊ ലോക്പാൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റും, ലോക്യുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സെൻട്രൽ ഗവൺമെന്റ് അകത്ത് ലോക്പാൽ വരുമ്പം ചെയർപേഴ്സന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ചെയർപേഴ്സൺ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ചെയർപേഴ്സണും 8 മെമ്പേഴ്സുമാണ് പറയുന്നത്. ആ 8 മെമ്പേഴ്സിൽ 4 പേര് ജുഡീഷ്യലും 4 പേര് നോൺ ജുഡീഷ്യലും ആയിരിക്കണം. അപ്പോൾ ചെയർപേഴ്സന്റെ എലിജിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സുപ്രീം കോർട്ടിലെ ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എമിനന്റ് പേഴ്സണാലിറ്റി ആയിരിക്കണം. പക്ഷെ ഒരു 25ഓളം വർഷത്തോളം എന്ത് ചെയ്തിരിക്കണം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഈ പറയുന്ന കറപ്ഷൻ റിലേറ്റഡ്, ആന്റി കറപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ അവർക്ക് എന്ത് ചെയ്യണം, ഒരു കൈൻഡ് ഓഫ് ഒരു സ്പെഷ്യൽ നോളജ് ഉണ്ടാവണം. ആൻഡ് മിനിമം ഏജ് എന്ന് പറയുന്നത് 45 ആയിരിക്കണം ഈ പറയുന്ന മെമ്പേഴ്സിന്റെയും ചെയർപേഴ്സന്റെയും. ഈ അവരുടെ ടേം എന്ന് പറയുന്നത് 5 years ആണ്, അല്ലെങ്കിൽ അപ് ടു ദ ഏജ് ഓഫ് 70 years ആണ് ടേം എന്ന് പറയുന്നത്. ഈ ഓംബുഡ്സ്മാൻ നമ്മൾ ആദ്യമായിട്ട് ലോകത്ത് വന്നിരിക്കുന്നത്, ഇന്നോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്താണ് ഇത് ഡെവലപ്പ് ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഇന്ത്യയിൽ ഈ ഒരു ഓംബുഡ്സ്മാനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ചർച്ചകൾ നടന്നത്, അല്ലെങ്കിൽ അത് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഓംബുഡ്സ്മാന്റെ ആവശ്യം പ്രപ്പോസ് ചെയ്തത് അശോക് കുമാർ സെൻ എന്ന് പറയുന്ന ഒരു ലോ മിനിസ്റ്റർ ആയിരുന്നു 1960s സമയത്ത്. ലോക്പാൽ അല്ലെങ്കിൽ ലോക്യുക്ത എന്ന് പറയുന്ന ആ ഒരു ടേം കോയിൻ ചെയ്തത് ഡോക്ടർ LM സിംഗ്വി ആണ്. ആൻഡ് നമ്മളുടെ ഇന്ത്യയിലെ ആദ്യത്തെ
ലോക്പാലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പിനാക്കി ചന്ദ്ര ഘോഷ് ആണ്, ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. റൈറ്റ്. അടുത്ത നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ന്യൂസ് എന്ന് പറയുന്നത് ഫ്രാൻസ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു മേക്ക് അബോർഷൻ ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അബോർഷൻ നമുക്കറിയാം പല രാജ്യങ്ങളിലും അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. പക്ഷെ ഫ്രാൻസ് എന്ത് ചെയ്തു, അവരുടെ ഓൺ ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ത് ചെയ്തു, അബോർഷൻ, റൈറ്റ് ടു അബോർഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അബോർഷൻ ഇപ്പം കറന്റ്ലി ഒരു 40ഓളം യൂറോപ്യൻ നേഷൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേരിയസ് രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ട്. ഇന്ത്യ ഇസ് ആക്ച്വലി വൺ ഓഫ് ദി മോസ്റ്റ് പ്രോഗ്രസീവ് കൺട്രീസ് വിച്ച് ഹാവ് അലൗഡ് ഈ പറയുന്ന അബോർഷൻ. അപ്പം ഇന്ത്യയിലെ അബോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് റെഗുലേറ്റ് ചെയ്യുന്നത് മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി ആക്ട് 1971 ആണ്. ഇന്ത്യയിൽ 20 വീക്സ് ഓഫ് ജസ്റ്റേഷൻ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒപ്പീനിയനും 24 വീക്സ് ഓഫ് ഈ പറയുന്ന ജസ്റ്റേഷന്റെ രീതിയിൽ അബോർഷൻ ചെയ്യാൻ പറ്റുന്നത് 2 മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒപ്പീനിയനിലും ചെയ്യാൻ വേണ്ടി പറ്റും. ബിയോണ്ട് 24 വീക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമുണ്ട് ഇഫ് ദർ ആർ സബ്സ്റ്റാൻഷ്യൽ ഫീറ്റൽ അബ്നോർമാലിറ്റീസ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ബിയോണ്ട് 24 വീക്സ് ഒരു സ്പെഷ്യൽ മെഡിക്കൽ ബോർഡൊക്കെ രൂപീകരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ മെഡിക്കൽ ബോർഡ് പറയുകയാണ് ദർ ഇസ് സബ്സ്റ്റാൻഷ്യൽ ഫീറ്റൽ അബ്നോർമാലിറ്റീസ്, അതിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ ടെർമിനേഷൻ നടത്താൻ വേണ്ടി പറ്റും. റൈറ്റ്. അപ്പോൾ 2021 അമെൻമെന്റിലാണ് നമുക്ക് എന്ത് ചെയ്തത്, ഈ പറയുന്ന 20 വീക്സിൽ നിന്ന് നമ്മൾ 24 വീക്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ത്യയിൽ ഉള്ള അബോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത, സ്വീഡൻ ഹാസ് ബിക്കം ദ 32nd മെമ്പർ ഓഫ് നേറ്റോ. നേറ്റോയിൽ ഒരു പുതിയ മെമ്പറും കൂടി വന്നു, സ്വീഡൻ 32nd മെമ്പർ ആയിട്ടുണ്ട് ഓൺ 7th March 2024. ഇനീഷ്യലി നേറ്റോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഓർഗനൈസേഷൻ, ഒരു ഇന്റർ ഗവൺമെന്റ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻ ആണ് നേറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് കലക്റ്റീവ് ഡിഫൻസ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ആ നേറ്റോ മെമ്പേഴ്സിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ഒരു അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ രാജ്യത്തിനെതിരെയും അറ്റാക്ക് നടന്നതുപോലെ കരുതും എന്നുള്ളതാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കലക്റ്റീവ് ഡിഫൻസ് സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന നേറ്റോ മുന്നോട്ട് വെക്കുന്നത്. അപ്പം സ്വീഡൻ ഇപ്പം യുക്രൈൻ്റെ റഷ്യ യുക്രൈൻ ഇൻവേഷൻ ഒക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെ ഇതിനു മുന്നേ ഫിൻലാൻഡ് കയറിയിരുന്നു ആ ഒരു യുക്രൈൻ വാറിന്റെ സമയത്ത്, റഷ്യ യുക്രൈൻ വാറിന്റെ സമയത്ത് റഷ്യൻ ഇൻവേഷൻ ഓഫ് യുക്രൈൻ്റെ ആ ഒരു സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിൻലാൻഡിന് ഭയം തോന്നിയിട്ട് ഫിൻലാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, നേറ്റോയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സ്വീഡനും നേറ്റോയുടെ ഭാഗം ആയിട്ടുണ്ട്. ഇനീഷ്യലി നേറ്റോയിൽ ആകെ 12 മെമ്പേഴ്സ് ആയിരുന്നു, ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പം ദർ ആർ 32 മെമ്പേഴ്സ്, 30 യൂറോപ്യൻ ആൻഡ് 2 നോർത്ത് അമേരിക്കൻ കൺട്രീസ് ആണ് ഇപ്പോൾ നേറ്റോന്റെ ഭാഗമായിട്ടുള്ളത്. ഈ നേറ്റോന്റെ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത് സൈൻ ചെയ്തത് വാഷിംഗ്ടൺ DC-ലാണ് ആൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 4th April 1949 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രസൽസ് ബെൽജിയത്തിലാണ്. ആൻഡ് ഇപ്പോൾ ഉള്ളത് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. നേറ്റോയുടെ മോട്ടോ എന്ന് പറയുന്നത് അനിമസ് ഇൻ കോൺസുലൻഡോ ലിബർ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എ മൈൻഡ് അൺഫെറ്റേർഡ് ഇൻ ഡെലിബറേഷൻ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. റൈറ്റ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് 96th അക്കാഡമി അവാർഡ്സ് ആണ്. അപ്പോൾ 96th അക്കാഡമി അവാർഡ്സിന്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബെസ്റ്റ് പിക്ചർ കിട്ടിയിരിക്കുന്ന ഓപ്പൻഹൈമറിനാണ്. ബെസ്റ്റ് ആക്ടർ കിട്ടിയിരിക്കുന്നത് സീലിയൻ മെർഫി ഫോർ ഓപ്പൻഹൈമർ ആണ്. ബെസ്റ്റ് ആക്ട്രസ് എമ സ്റ്റോൺ ഫോർ പുവർ തിങ്സ് ആണ്. ബെസ്റ്റ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ റോബർട്ട് ഡൗണി ജൂനിയർ ആണ് ഫോർ ഓപ്പൻഹൈമർ. ബെസ്റ്റ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ ഡെവൈൻ ജോ റാൻഡോൾഫ് ഫോർ ഹോൾഡ് ഓവേഴ്സ് എന്നുള്ള ഒരു മൂവിയാണ്. നല്ലൊരു മൂവിയാണ് ഹോൾഡ് ഓവേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഓപ്പൻഹൈമർ എന്നുള്ള മൂവി കുറേ ഓസ്കാർസ് തൂത്തു വാരിയിട്ടുണ്ട്. ബെസ്റ്റ് ഡയറക്ടിംഗ് പോയിരിക്കുന്നത് ക്രിസ്റ്റഫർ നോളനാണ് ഫോർ ഓപ്പൻഹൈമർ. ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ദ ബോയ് ആൻഡ് ദി ഹെറോൺ ആൻഡ് ദ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി പിന്നെയും കിട്ടിയിരിക്കുന്നത് ഓപ്പൻഹൈമറിനാണ്. ആൻഡ് ബെസ്റ്റ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം 20 Days in Mariupol. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓസ്കാർസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇന്ത്യൻ ഓസ്കാർ ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ വിന്നേഴ്സിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 9 പേർക്കാണ് ഓസ്കാർസ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ബാനു അത്തേക്കാണ്. ഗാന്ധി എന്ന് പറഞ്ഞ മൂവിക്ക് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് 1983 ഇത് കിട്ടിയിരിക്കുന്നത്. ദെൻ ഓണററി അവാർഡ് സത്യജിത് റേന് 1992 കിട്ടിയിട്ടുണ്ടായിരുന്നു. റസൂൽ പൂക്കുട്ടിക്ക് സ്ലം ഡോഗ് മില്യർനെയറിന് കിട്ടി 2009 ബെസ്റ്റ് സൗണ്ട് മിക്സിംഗ്. AR റഹ്മാനും കിട്ടി ബെസ്റ്റ് ഒറിജിനൽ സ്കോർ. ബെസ്റ്റ് ഒറിജിനൽ സോങ് മ്യൂസിക്കിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജയഹോ എന്നുള്ള മ്യൂസിക്കിനൊക്കെ 2009 സ്ലം ഡോഗ് മില്യർനെയർ. അതേപോലെ തന്നെ ഗുൽസാറിന് നേരത്തെ പറഞ്ഞിരുന്ന ഓസ്കാർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആ ജയഹോ എന്ന് പറയുന്ന ആ മൂവി ആ ഒരു സോങ്ങിന്റെ ലിറിക്സിന് വേണ്ടിയിട്ടാണ് ഗുൽസാറിന് കിട്ടിയിട്ടുള്ളത്. സ്ലം ഡോഗ് മില്യർ അഗെയിൻ.
ദെൻ ഇപ്പം 2023 RRR എന്ന് പറഞ്ഞ മൂവിയിൽ നാട്ടു നാട്ടു എന്നുള്ള സോങ്ങിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ഒറിജിനൽ സോങ് എന്നുള്ള രീതിയിൽ കീരവാണി ആൻഡ് ചന്ദ്രബോസിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് പിന്നെ അതേപോലെ തന്നെ ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് കാറ്റഗറി കാർത്തികി ഗോൺസാൽവിസ് ആൻഡ് ഗുനീത് മോങ്ക എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് 2023 എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്ന ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയാണ് ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് കാറ്റഗറിയിൽ ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 9ഓളം പേർക്കാണ് ഇതുവരെ ഓസ്കാർസ് കിട്ടിയിട്ടുള്ളത്. റൈറ്റ് നൗ നമ്മളുടെ ലാസ്റ്റ് ന്യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. അപ്പം അത് നമുക്ക് നോക്കാൻ വേണ്ടി മാർച്ച് 11 മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ത് ചെയ്തത് ഈ പറയുന്ന റൂൾസ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോട്ടിഫൈ ചെയ്തതിന്റെ ഭാഗമായിട്ട് ദ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ത് ചെയ്യാം ഇനി ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ആക്ട് ആക്ച്വലി എനാക്ട് ചെയ്തത് December 11, 2019 അപ്പം ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം സിറ്റിസൺഷിപ്പ് നൗ ക്യാൻ ബി ഗ്രാൻഡഡ് ഓൺ ദ ബേസിസ് ഓഫ് റിലിജിയൻ. പക്ഷെ അതിൻ്റെ അകത്തും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അവിടെ ഈ പറയുന്ന രാജ്യങ്ങൾ 3 രാജ്യങ്ങൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പറയുന്ന കാറ്റഗറി റിലിജിയൻസ് ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാർസി ആൻഡ് ക്രിസ്ത്യൻസ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് മൈനോറിറ്റി അവിടെ ഉണ്ടായിരിക്കുന്ന മൈനോറിറ്റി റിലിജിയനുള്ള ഈ പറഞ്ഞിരിക്കുന്ന 3 രാജ്യങ്ങളിൽ മൈനോറിറ്റി റിലിജിയനിലുള്ള ആളുകൾ ഇന്ത്യയിലോട്ട് വന്നിരിക്കുകയാണെങ്കിൽ December 31, 2014 മുന്നേ ഇന്ത്യയിലോട്ട് വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ CAA ബെനിഫിറ്റ് എന്ത് ചെയ്യാം എൻടൈറ്റിൽഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദേ ക്യാൻ സീക്ക് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ. സോ ഇത് പ്രകാരം ഈ പറയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം നാച്ചുറലൈസേഷൻ എന്ത് ചെയ്യുക കട്ട് ഡൗൺ ചെയ്യാണ്. അപ്പോൾ അതിന് സാധാരണ രീതിയിൽ നമുക്ക് 4 രീതിയിലാണ് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റുക: ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ രജിസ്ട്രേഷൻ ആൻഡ് ബൈ നാച്ചുറലൈസേഷൻ. നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ടോട്ടൽ പീരീഡ് ഓഫ് 12 years, അതായത് 1 year ആപ്ലിക്കേഷൻ ആൻഡ് 11 years എന്ത് ചെയ്യണം, അപ്പോൾ ടോട്ടൽ 12 years നാച്ചുറലൈസേഷൻ ഇന്ത്യയിലെ റെസിഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ CAA പരിധിയിൽ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം 11 വർഷത്തിന് പകരം 5 വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും നാച്ചുറലൈസേഷൻ ലഭിക്കും എന്നുള്ളതാണ് ഉള്ള ഒരു കാര്യം. അപ്പോൾ ഇതിന് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ബിക്കോസ് മുസ്ലിംസ് എന്ന് പറയുന്ന ആ ഒരു റിലിജനിനെ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഒരു നല്ലൊരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള നിയമമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. മറുഭാഗത്തുനിന്നുള്ള ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇത് മൈനോറിറ്റി റിലിജിയൻസിലുള്ള ഈ പറയുന്ന 3 രാജ്യങ്ങളിലുള്ള മൈനോറിറ്റി റിലിജിയനിലുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. December 31, 2014 മുന്നേ ഇന്ത്യയിൽ എൻ്റർ ചെയ്ത ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഒരു ബെനിഫിഷ്യൽ ആയുള്ള ലെജിസ്ലേഷൻ ആണ് ഇത് എന്നുള്ള രീതിയിലാണ് മറുഭാഗത്തു നിന്നുള്ള ഒരു വാദവും വരുന്നത്. അപ്പം ഇതെന്തായാലും പല സ്റ്റേറ്റ്സുകളും ഇതിന്റെ ഭാഗമായിട്ട് CAA നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല റെസൊല്യൂഷൻസ് എല്ലാം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ അത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് യാതൊരു റോളും അതിൻ്റെ അകത്ത് ഇല്ല. അപ്പം ഈ റൂൾസിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് റോള് വളരെ മിനിമം ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് വളരെ മിനിമൽ റോളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ ഫെബ്രുവരിയിലെ ലാസ്റ്റ് വീക്ക് മുതൽ മാർച്ച് ഒരു 14th വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇത്രയും നേരമെടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വീക്ക് ഇൻ ഫോക്കസിൻ്റെ അകത്ത് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനിയും വീക്ക് ഇൻ ഫോക്കസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരും. ഒന്നും കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എഴുതാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ റിറ്റ്സിന്റെ 2ാമത്തെ ബാച്ചായ ചാലഞ്ചേഴ്സ് ബാച്ച് ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. ഏപ്രിൽ തുടങ്ങുന്നു. രജിസ്ട്രേഷൻ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ റിറ്റ്സിന്റെ ഗൈഡും അവൈലബിൾ ആണ് ആമസോണിൽ. അപ്പോൾ അതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീക്ക് ഇൻ ഫോക്കസിൽ കാണാം. അതുവരെ ബൈ.